ചോറ് തണുത്തതാ. 3 മണി കഴിഞ്ഞില്ലേ? 2 വെണ്ടയ്ക്ക വഴറ്റിയെടുത്തു. കാച്ചിയ മോര് തീർന്നുപോയി. പപ്പടം മറക്കണോ? വേണോ മോനെ? ഓ, ഇതൊക്കെ മതി. എന്താ മോനെ നിന്റെ കയ്യില്? മുറിഞ്ഞോ? അത് ബാസ്കറ്റ്ബോൾ കളിച്ചപ്പോ വീണതാ. നിനക്കെന്നാ പനി പറ്റുണ്ടോ? ഒന്നുമില്ലമ്മേ. നേതാക്കന്മാർ എന്നും കൂടെ ഉണ്ട്. ഇന്ന് തോട്ടത്തിൽ ഒരു പണിയും നടന്നിട്ടില്ല. ജോലിക്കാരെല്ലാം രാവിലെ മുതലേ കുത്തിയിരിപ്പാ. 4 രൂപ കൂടി കൂലി കൂട്ടണമെന്നാ ഡിമാൻഡ്. 4 രൂപയോ? 40 160 രൂപയങ്ങ് പോവും. ഇവിടെ കൂട്ടിന്ന് പറഞ്ഞാൽ നാളെ കാളിപ്പുഴ എസ്റ്റേറ്റിലും മങ്കര എസ്റ്റേറ്റിലും പാരമൗണ്ട് എസ്റ്റേറ്റിലും കുത്തിയിരിപ്പ് തുടങ്ങും. എല്ലായിടത്തും കൂടി മൊത്തം തൊഴിലാളികൾ 236 പേരുണ്ട്. 236 944 944 26 24,544 മാസം 25,000 രൂപ അങ്ങ് പോവും. നീ എന്താ പറഞ്ഞാ ഞാൻ വിളിച്ചോണ്ട് വന്നത്? സഹദേവന്റെ യൂണിയനിൽ 28 പേരും അൻവറിന്റെ യൂണിയനിൽ 12 പേരുമാണ് ഉള്ളത്. 2000 1000 വെച്ച് തന്നേക്കാം. തൊഴിലാളികൾക്ക് ഓരോ രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാമെന്നും പറഞ്ഞു. കേൾക്കുന്നില്ല. എന്നാ പിന്നെ ഒന്ന് അപ്പനെ കാണുന്നു പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്. ഓരോ രൂപ വെച്ചായാലും 236 26 6,236 രൂപ വരും മാസം. താനിക്കൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ച വേണമെങ്കിൽ നേരിട്ട് വന്നെങ്കിൽ ചോദിച്ചാ പോരെ. പണിമുടക്കുന്ന കേട്ടെ ഞാൻ വന്ന് എല്ലാവരുടെ മുമ്പിലും കുമ്പിടുമെന്ന് വിചാരിച്ചോ? പണി മുടക്കിക്കോ, എന്നിട്ട് അമ്മയോട് പട്ടിണി കിടന്നോളാം പറ. ഇത് ഞങ്ങളായിട്ട് എടുത്ത തീരുമാനമല്ല, തൊഴിലാളികളുടെ സമ്മർദ്ദം കൊണ്ട് പാർട്ടിയുടെ തലപ്പത്ത് നിന്നും എടുത്ത തീരുമാനമാണ്. ഓ, പാർട്ടിക്ക് ഞാൻ കൊടുക്കുന്നൊന്നും പോരായിരിക്കും. പാർട്ടിക്ക് മുതലാളി കൊടുക്കുന്നുണ്ടെങ്കിൽ മുതലാളിക്ക് അതിനുള്ള പ്രയോജനവും കാണും. ഉണ്ട്. പാർട്ടി റബ്ബറിനകത്തേക്ക് പാല് കയറ്റി തരുന്നത്, ഞാനത് ഊറ്റി എടുക്കുന്നു. നാട്ടിലെ ഏറ്റവും കുറഞ്ഞ കൂലിയാ മുതലാളി കൊടുക്കുന്ന അവര് പറയുന്നത്. അത് സത്യമാ. 3 കൊല്ലമായി ഒരു ചെറിയ വർധനയെങ്കിലും ചെയ്തിട്ട്. 3 കൊല്ലമായിട്ട് എനിക്കും ഇതുകൊണ്ട് വലിയ വർധനമൊന്നും ഇല്ലടോ. അതൊക്കെ മുതലാളി ചുമ്മാ പറയാ. ഞങ്ങൾക്കും ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാം. ഞങ്ങൾ മണ്ടന്മാരൊന്നും അല്ല. അതറിയാം. തൊഴിലാളി നേതാക്കളാണെന്നും പറഞ്ഞ് തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന മിടുക്കന്മാരാ നിങ്ങൾ. ഞങ്ങളെ അപമാനിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നിക്കുന്നേ അച്ഛാ, അവര് വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ സെറ്റിൽമെന്റ് നടത്തിവിടും. അത് നിങ്ങളുടെ ലോകത്തില്ലാതെ കൂലിയൊക്കെ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുമോ? അച്ഛൻ അവരെ ഒറ്റക്കെട്ടിന്ന് വിളിച്ച് സംസാരിക്കേ. പാടോ, എന്റെ യൂണിയനില്ല ഭൂരിപക്ഷം തൊഴിലാളികൾ. എന്റെ കാര്യം ആദ്യം തീർക്കണം. അത് ശരിയാ. സഹദേവൻ ആദ്യം ചെല്ലു. എതിർപ്പൊന്നുമില്ലല്ലോ. ഇരിക്കുന്നേ. ആഹാ, നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. അവിടെ വല്ല കുഴപ്പമുണ്ടാക്കിട്ട് വന്നതാ? ഒരു 500 സഹദേവന് കൊടുത്തേരെ. ഇത് മറ്റവൻ അറിയണ്ട. സണ്ണി, സഹദേവന് ഞാനോട് തീരുമാനത്തിലെത്തി. ഇപ്പോ ജോലിക്കാർക്ക് ഓരോ രൂപ വെച്ച് കൂട്ടിക്കൊടുക്കും. അത് തീരെ കുറഞ്ഞു പോയി. ഒരു 6 മാസം കഴിഞ്ഞാൽ ഓരോ രൂപ കൂടി മുതലാളി കൂട്ടിത്തരും. അതാ നമുക്ക് നല്ലത്. ഒറ്റയടിക്ക് 4 രൂപ കൂട്ടിയ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുത്തില്ലെന്ന് പറ. ചാരാഷാപ്പാർക്ക് കോളായിരിക്കും. അത്ര തന്നെ. ഞാൻ പുറത്ത് നിൽക്കാം. അനിയമില്ലേ, എത്രയുണ്ട്? കുറഞ്ഞുപോയി. ഒരു 500 രൂപ കൊടുത്തേരെ. മറ്റവൻ അറിയണ്ട. സന്തോഷമായല്ലോ. ശരി, വരട്ടെ. കഴിവേറികള്.
ഉച്ച കഴിഞ്ഞ്. പോയിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. കോളേജിൽ പഠിത്തില്ലേ? എന്നെ ഒന്ന് പറഞ്ഞോണ്ടിരിക്കുക. അയ്യോ, അതെന്തിനാ? ഞാനൊരു തന്നെ ശരിക്കും തല്ലി. കണ്ടോ, എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയത്? അപ്പൊ ഇനി അവിടെ ചേർക്കത്തില്ലേ? അതിപ്പം പറയാൻ പറ്റില്ല. വെറുതെ പഠിത്തം പോയില്ലേ? മര്യാദക്ക് നടന്നാ പോരായിരുന്നോ? ഞാൻ പഠിക്കുന്നതൊക്കെ വെറുതെ ജയിക്കത്തൊന്നുമില്ല. അച്ചായനം പണമുള്ളതുകൊണ്ട് പഠിപ്പിക്കുന്നു. നല്ല ആളാ. ഇത് കണ്ടോ, അമ്മ പണിയിപ്പിച്ചെന്നതാ, അരപ്പവനാ. തോന്നു കേട്ടോ. ഇത് വാങ്ങിത്തന്നപ്പോ അമ്മ പറഞ്ഞതെന്താന്നറിയോ? ആരെങ്കിലും ഒന്ന് കാണാനോ മറ്റോ വന്നാ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ഒരു കൊല്ലത്തിനകം എവിടെയെങ്കിലും പറഞ്ഞേക്കണമെന്നൊക്കെയാ. നിന്നെ കല്യാണം കഴിക്കാൻ വരുന്നവനെ ഞാൻ കൊന്നുകളയും. ഓ, വില്ലനാണപ്പോ, കഥയിലെ പോലെ. കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുക. അമ്മ ഇപ്പൊ തിരക്കുന്നുണ്ടാവും. ഞാൻ നാളെ ഉച്ചയ്ക്ക് വരാം. ആ കുഞ്ഞാണോ? ഒരു 5 രൂപയ്ക്ക് വേണം. ബീഡിയോ പൊതിയോ? 5 ബീഡിയും ബാക്കി പൊതി. ഇടിവെട്ടി മഴ പെയ്യും, വെളുക്കുവോളം പെയ്യും, വെളുത്താലും പെയ്യും, പിന്നെയും പെയ്യും, പിന്നെയും ഇടിവെട്ടും. വെളുക്കുവോളം പെയ്യും, വെളുത്താലും പെയ്യും, പിന്നെയും പെയ്യും, പിന്നെയും ഇടിവെട്ടും. റോസ്ലീന് അവൻ വരും, അവൻ വരും, വെള്ളക്കുതിര. വഴിയൊക്കെ കാട് പിടിച്ചു. വെള്ളമാ, ആ എല്ലായിടത്തും വെള്ളമാ. അബ്രഹാമിന്റെ സന്തതിയാ. വലിയ പൊക്കത്തിൽ നീണ്ടു വളർന്നു നിന്നതാ. വെട്ടിയിട്ടപ്പം പുറപ്പുറത്താ വീണത്. കരച്ചില് കേൾക്കാം. വല്യപ്പച്ചോ. പൊന്നുണ്ണി. ഞാനാ വല്യപ്പച്ച, ബേബി. ആ, നീ ഇവിടെ ഉണ്ടോ? ഇന്ന് വന്നതാ. മാത്തു ഉണ്ടോ? ഉണ്ട്, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ആരെയും കാണുന്നില്ല. എല്ലാവർക്കും വേലയാ. നേരെ വല്യപ്പച്ച, എല്ലാവർക്കും വേലയാ. ആ, ഞാൻ പോവാ. ആ, ആ, എന്നെ വിട്. ആ, നീ ഉണ്ടോടാ? വേവിച്ചും കഴിക്കുന്നില്ലേ? പിന്നെ കഴിച്ചോളാം.
ബേബി, എടാ ബേബി, ബേബി, നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ? കണ്ടോ, നീ റാഗ് ചെയ്ത പയ്യൻ ചാകാറായി ആശുപത്രി കിടക്കുന്നത്. എന്താണ് ഇന്നലെ നീ ഇത് പറയാറുന്നത്? പറഞ്ഞിട്ടെന്ത് പ്രയോജനം? അങ്ങനെ പറ്റിപ്പോയി. നിന്നെ കൊണ്ട് തോറ്റല്ലോടാ. ഇതൊരു ഗുലുമാലാകുമല്ലോ. ബേബിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് വന്നതാ. അവിടെ ഇക്കൊല്ലം ചേർന്ന ഒരു പയ്യനെ റാഗിംഗ് എന്നും പറഞ്ഞ് ഉപദ്രവിച്ചെന്ന്. ആ ചെറുക്കൻ ആശുപത്രിയില്ല. ദേ പത്രത്തിൽ വന്നിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ വരെ എത്തിയോ? ബേബി, നീ എന്റെ മാനം കെടുത്താൻ വേണ്ടി ഉണ്ടാകടാ കഴിവേറി. എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. ഇന്നലെ അറിഞ്ഞിരുന്ന എന്തായാലും ചെയ്യാറുന്നല്ലോ. വിവരം കെട്ടവൻ. എന്താ? എന്തു പറ്റി? അവനോട് തന്നെ ചോദിക്ക്, അല്ലാതെ ഇത് വായിച്ചു നോക്ക്. എന്താ മോനെ? എന്താ മോളെ? ബേബിച്ചനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന്. പോലീസുകാർ അന്വേഷിച്ച് വരാതിരിക്കില്ല. വന്നാ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. ഇതെങ്ങനെയെങ്കിലും തേച്ചു മാച്ച് കളയണമല്ലോ. തിരുവനന്തപുരത്ത് വിളിച്ച് മന്ത്രി വേലപ്പൻ നായരോടൊന്ന് പറഞ്ഞാലോ? വീട്ടിൽ വിളിച്ചാൽ മതി. അങ്ങനെയല്ലേ ഭാര്യയോട് പറയാം. അതിനൊക്കെ കാര്യമുണ്ടോ? അച്ഛൻ വിചാരിക്കുന്ന പോലല്ല, കാര്യം സീരിയസാ. ആ കോശി അറിഞ്ഞടാ. അവനോടുണ്ട്, ഇന്നലെ വന്നതാ. ഇല്ല, ഒന്നും പറഞ്ഞില്ല. നാശം പിടിച്ചവൻ. ആ വരുവോ? ശരി, കോശി ഇങ്ങോട്ട് വരാമെന്ന്. നീ തിരുവനന്തപുരം ഒന്ന് ബുക്ക് ചെയ്തേ. ഹലോ, ഇത് 37 ട്രങ്ക്, തിരുവനന്തപുരം 64735. വഴിയിലൊക്കെ സംസാരമാ. പത്രത്തിൽ വന്നതല്ലേ, പോലീസ് വരും, അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഓരോരുത്തർ പറയണേ. ആ ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. 2-3 ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്ന നല്ലത്, ഒന്ന് തണുക്കുന്നത് വരെ. അതിന് അവനും കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ആരറിയാനാ? ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ജീപ്പിൽ കയറി ഇങ്ങോട്ട് വരുന്നത് എല്ലാവരും കണ്ടതല്ലേ. ആ അത് നേരെ. കാറിൽ കയറ്റി തൊടുപുഴയുള്ള നമ്മുടെ തോട്ടത്തിലേക്ക് മാറ്റുന്നതാ നല്ലത്. കോശിയായിരിക്കും. പരിചയമില്ലാത്തൊരു ജീപ്പ്. പോലീസുകാരാണെന്ന് തോന്നുന്നു. നീ ഇവിടെ ഇരിക്കണ്ട, വാ വാരാ വരാൻ. എന്താ സണ്ണി? അവിടെ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവനവിടെ ഇരുത്തണ്ട, വാ. നീ അവിടെ പോയിരിക്കും. ഇവൻ അവിടെ കൊണ്ട് ഇരുത്തിക്ക്. ചെല്ലടാ, വാ. ഞാൻ പിടിച്ചോണ്ട് പോടാ, വാ. ഇവിടെ ഞാൻ നടന്നോളാം. എവിടുന്നാ? PP മാത്യൂസ്. ഞാൻ തന്നെയാ. എന്റെ പേര് രാമകൃഷ്ണൻ. ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഇരിക്കാം. ഇതാരാ? എന്റെ കാര്യസ്ഥനാ. നിങ്ങൾ വന്ന കാര്യം പറ. വന്ന കാര്യം ഞാൻ പറയാതെ അറിയില്ലെന്നാണോ? ഇത് എന്റെ മോനാ. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ബേബി മാത്യു എന്ന നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത്. അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? എന്റെ കയ്യിൽ വാറണ്ട് ഉണ്ട്. അതിന് അവനും ഇവിടെ വന്നില്ലല്ലോ. ഞാൻ പോലീസുകാരനാ. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. അല്ല മാത്തുട്ടിച്ച, ഇവിടെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ, നമുക്ക് പോയി ജാമ്യത്തിലെടുക്കാമല്ലോ. അതെ, കേറി നോക്കിക്കോ. ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒളിപ്പിച്ചതാ. ഈ കേസ് വളരെ സീരിയസ് ആണെന്ന് ഞാൻ വാൺ ചെയ്യുന്നു. എവിടെ ഒളിപ്പിച്ചാലും പുറത്തു കൊണ്ടുവരേണ്ടി വരും. ക്രിമിനൽ കേസാ, അറ്റംപ്റ്റഡ് മർഡർ. ആ പയ്യൻ ഇതേവരെ ബോധം വീണിട്ടില്ല. ചത്താൽ കുറ്റം കൊലപാതകമാവും. എന്താ ചായ? ബേബി അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു വന്നതാ. പിന്നെ പാലക്കുന്നെ വീട്ടിൽ കയറി വന്ന് ഇവിടുന്ന് ഒരുത്തനെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ? സാറ് വന്ന വഴിക്ക് അങ്ങ് പോ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങളാരാ? അയ്യോ, ഇവിടുത്തെ മൂത്ത കുഞ്ഞാ. പാലക്കുന്നേക്കാരി ഈ നാട്ടിൽ ആരാണെന്നും തിരക്കിയിട്ട് വന്നാൽ മതിയായിരുന്നു. അനുവാദം ചോദിച്ചിട്ടേ പോലീസുകാർ ഇതിനകത്ത് കയറത്തുള്ളൂ, അറിയാമോ? ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഞാനങ്ങ് പോകത്തില്ല. പിന്നെ തനിക്കെന്താ തല്ല വേണ്ടത്? എങ്കിൽ അത് തന്നെ നടക്കട്ടെ. കോശി, കോശി ഞാൻ അവിടെ നിർന്നേ. ചെല്ലേ അങ്ങോട്ടേക്ക്.
അല്ല ഞങ്ങളിപ്പോ എന്ത് വേണമെന്നാ പറയുന്നത്? പ്രതിയെ വിട്ടുവരണം. പ്രതിയോ? എന്താണ് പ്രതി? നീ ഉണ്ടാടാ, അവനോട് ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ഞാൻ 4 മണി വരെ സമയം തരാം. ആലോചിച്ച് എന്ത് വേണമെന്ന് തീരുമാനിക്കും. സാർ എവിടെയാ ക്യാമ്പ്? ആ, അല്ല, ബേബിച്ചമെന്ന അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചു വെച്ചതാ. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലുണ്ട്. എന്റെ മൂത്ത മോൻ അല്പം ചൂടനാ, ഒന്നും വിചാരിക്കരുത്. ബേബിച്ചം വന്നാലും ഇല്ലെങ്കിലും മാത്തുക്കുട്ടി മുതലാളി ഉച്ചയ്ക്ക് മുമ്പ് ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോ. നിങ്ങൾ രണ്ടുപേരും മാത്രമായി ഇരുന്ന് ആലോചിച്ച എന്തെങ്കിലും ഒരു പോംവഴി കാണും. ഞാനങ്ങ് വരാം. ഓരോ മാരണങ്ങള് എന്നെ നശിപ്പിക്കാനുണ്ടാകാം എന്റെ അവസാനത്തെ സന്തതി. എന്തുകൊണ്ടോടോ പിള്ളേ? ഇപ്പോ ഒരു 25,000 കരുതിക്കോ. സംഭവം തീരണമെങ്കിൽ 1 ലക്ഷമെങ്കിലും ആവും. പിന്നെ ആ ചെറുക്കൻ ചത്താൽ അത് അപ്പോഴേ പറയാൻ പറ്റൂ. വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ. എന്താ ഗോസ്റ്റായ ഷീല ചേച്ചി വരാഞ്ഞത്? അവള് മോനെ സ്കൂളിലേക്കും തിരക്കില്ല. ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതല്ലേ. എന്തോ റാഗിങ് ആടാ നീ ചെയ്തത്. ആളെ തല്ലിച്ചതച്ചാണോ റാഗ് ചെയ്യുന്നത്? ആ മിണ്ടുന്നുണ്ടോ നോക്കി, അവന്റെ പോക്ക് കണ്ടില്ലേ? ബേബി നില്ലടാ അവിടെ. നീ എന്തിനാണ് അവനെ ഇങ്ങനെ അങ്ങ് ഉപദ്രവിച്ചത്? എന്നെ തല്ലിയ പിന്നെ ഞാൻ ചുമ്മാ കൊടുക്കണം. ഓ, അതിന് ചുമ്മാ പറയുക. നിന്നെ കണ്ടിട്ട് തല്ലൊന്നും കിട്ടിയ ലക്ഷണമേ ഇല്ല. നടന്ന കാര്യം നീ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ, കേൾക്കാൻ രസമായിരിക്കുമല്ലോ. ഓശി, ഞാൻ ആ ഇൻസ്പെക്ടർ ഒന്ന് കാണാൻ പോവാ. നീ തിരിച്ചു പോകുമ്പോ ഇവനെ അവിടെ കൊണ്ടുപോയിക്കോ. 3-4 ദിവസം അവിടെ നിൽക്കട്ടെ. ഞാൻ പോകുന്നില്ല. ഞാനാ പറയുന്നത് കേട്ടാ മതി. നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവനാ. നിനക്ക് വേണ്ടി കാശ് എത്രയാണ് മുടക്കുന്നത്? 1 ലക്ഷം രൂപ കൊടുത്ത അഡ്മിഷൻ വാങ്ങിയത് 2 കൊല്ലം പഠിച്ചോണ്ട് 2.5 ലക്ഷമായി. അതിനോട് ഇതും കാശുണ്ടായിട്ടില്ലേ? കാശുണ്ട് വെറുതെ കളയാനോടാ. ഒരുപാട് ഉണ്ടല്ലോ, കുറെ പോട്ടെ. കുരുത്തങ്കട്ടനെ പോലീസോടെ പറഞ്ഞുകൊണ്ടായിരുന്നു. അവന്മാരെ 4 തൊഴിലിട്ടിരുന്ന അവൻ പഠിച്ചേനെ. പിന്നെന്താ വിടായിരുന്നത്? പിടിച്ചൊളിച്ചു വെച്ചില്ലേ? എന്നെ ആരും രക്ഷിക്കണ്ട. ഞാൻ പോയി പിടി കൊടുത്തോളാം പോലീസിന്. ഇവൻ എന്തോ പറ്റി? ഞാൻ പോയി കണ്ടോളാം അവരെ. ഇല്ലടാ അവിടെ. വിടാൻ എന്നെ ആരും രക്ഷിക്കണ്ട. പറയുന്നു അങ്ങോട്ട് കേക്ക്. ഇവനെന്താ ഭ്രാന്തോ? വിടടാ അവനെ, സണ്ണി. അമ്മ മാറി നിൽക്ക്. എന്താ കർത്താവേ? ആരാ അത്? ഉണ്ണുണ്ണി അവിടെ ഞാനോണ്ട് പൂട്ടിയിട്. എന്താ അവിടെ? മാത്തുവേ എന്താ? എല്ലാവരും എവിടെ പോയി? അച്ചാമ്മേ. എന്താപ്പാ? മാത്തു ആണോ? ആ, ആരാ ഇവിടെ? എന്താ ശബ്ദം? ഒന്നുമില്ല. അപ്പം കിടന്നോ? ഒന്നുമില്ലേ? പിന്നെന്താ? ഒന്നുമില്ലെന്ന്. ആ, ഉണ്ണോണേ, എനിക്കൊന്ന് പുറത്തു പോകണം. നീ ഇവിടെ വാ. എനിക്കുള്ളത് വീതിച്ചെങ്ങ് തന്നിരുന്നെങ്കിൽ ഞാൻ വിറ്റിട്ട് കോട്ടയത്തോ തിരുവനന്തപുരത്തോ പോയി വേറെ വല്ല ബിസിനസ്സും തുടങ്ങിയത്. ഈ കാടും റബ്ബറും ഒന്നും എനിക്ക് പറ്റുന്നില്ല കോശായ. അതച്ചാൻ ഇപ്പോഴൊന്നും ചെയ്യത്തില്ല സണ്ണി. ഞാൻ ചത്തു കഴിഞ്ഞ് എന്റെ മക്കൾ എന്തും ചെയ്തോട്ടെ എന്നല്ലേ അങ്ങനെ എപ്പോഴും പറയുന്നത്. ഓ, അച്ചായനി എന്നയാകാനാ? അച്ചായന്റെ അച്ചായൻ കിടക്കുന്ന കിടപ്പുണ്ടല്ലേ? നേരാ, പാലക്കുന്നേക്കാർക്ക് ഭയങ്കര ആയുസാ. പക്ഷെ നമ്മളൊന്നും ഇത്രയും ജീവിക്കത്തില്ലടാ. ഇതല്ലേ ഡെയിലി അകത്തേക്ക് ചെല്ലുന്നത്. 50 തേച്ചാ ഭാഗ്യം. അധികം വേണ്ടെന്ന് പറയണേ കോസ്റ്റായ. ഈയിടെ കുറെ കൂടുതലാ. എവള് വെറുതെ പറയുവാ. അതിപ്പോ ഞാൻ പറഞ്ഞവൻ കേൾക്കൂ. ഞാനും ഒരു കുടിയനല്ലേ. എന്നാലും നീ ഈ പകലുള്ള കുടി നിർത്തണം. ഞാനങ്ങനെ പകല് കഴിക്കാറേ ഇല്ല. ഇന്നിപ്പോ ബേബിയുടെ പ്രോബ്ലം ഒക്കെ കൊണ്ടൊരു ടെൻഷൻ, അതുകൊണ്ടാണ് 2 പേർക്ക് കഴിച്ചത്. ഞാൻ പകല് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ വല്ല ജോലിയും വേണ്ടേ? അച്ചായൻ പറയുമ്പോ വല്ലപ്പോഴും ഒരിക്കൽ തോട്ടത്തിൽ പോണം. അല്ലാതെ പണിയാ എനിക്ക്. അതുകൊണ്ടല്ലേ സിറ്റിയിലെങ്ങാനും പോയി വല്ല ബിസിനസ്സും ചെയ്യാമെന്ന് പറയുന്നത്. എനിക്കും അതാ ഇഷ്ടം. അപ്പൊ നീ ഒരു സപ്പോർട്ടാ? അവളല്ലേ എനിക്ക് ഈ ഐഡിയ തന്നത്. എനിക്ക് ഈ പട്ടിക്കാട് മടുത്തു. ഒന്ന് സംസാരിക്കാൻ പോലും ഒരു മനുഷ്യനില്ല. നീ പട്ടണത്തിൽ വളർന്നതല്ലേ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അച്ചായ സമ്മതിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ സണ്ണി, ബിസിനസ് ചെയ്യാൻ എന്തിനാടാ പട്ടണത്തിൽ പോകുന്നത്? ഇവിടെ തന്നെ എന്തെല്ലാം ബിസിനസ് ഉണ്ട്. നീ എന്നെ കണ്ട് പഠിക്ക്. ആ ബിസിനസ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. കള്ളത്തടിവെട്ടും കഞ്ചാവ് കൃഷിയൊന്നും എനിക്ക് പറ്റില്ല. അത് കോശാനും കൊണ്ടേ പറ്റൂ. കുറച്ച് റിസ്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ. കാശ് എത്രയാ പോരുന്നോ അറിയാമോ? അച്ചായൻ കുഴപ്പമൊന്നുമില്ല. അവൻ എന്ത് പറയുന്ന ചായ? തിരിച്ചു പൊക്കോളാന്ന് പറഞ്ഞു. ആൾ ഒളിവില്ല, കിട്ടിയില്ല എന്ന് അവിടെ ചെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. പക്ഷെ കേസിന്റെ കാര്യത്തായിക്ക് ഒന്നും ചെയ്യാൻ നോക്കില്ല. അതിനി ഞാൻ തിരുവനന്തപുരത്ത് പോകണം. അവിടെ ചെന്ന് മിനിസ്റ്ററെ ഐജിയോ ഒക്കെ കാണണം. നാളെ തന്നെ പോകേണ്ടി വരും. ആ പയ്യന്റെ ന്യൂസ് വല്ലതും കിട്ടിയോ? പയ്യൻ ജാഗത്തില്ലെന്ന് അയാൾ പറയുന്നത്. അത് അപ്പോഴേ എനിക്ക് തോന്നിയതാ. ചാകുമെന്ന് മറ്റും പത്രക്കാർ വെറുതെ കാച്ചുന്നതാ. പത്രക്കാരായി കുഴപ്പമില്ല ഉണ്ടാക്കുന്നത്. അത് പിന്നെ അവർക്കൊരു ഇര കിട്ടിയതല്ലേ. കേസ് തണുത്താലും ഇവനെ ഇനി ഉടനെ കോളേജിലേക്ക് വേണ്ടെന്ന് അയാൾ പറയുന്നത്. പയ്യന് സ്വന്തക്കാർ വല്ല കുഴപ്പമുണ്ടാക്കാം. പിന്നെ മറ്റു പിള്ളേരെല്ലാം കൂടി ഇതിന്റെ പേര് വല്ല സമരം ഉണ്ടാക്കി കാര്യം പിന്നെയും കുത്തിപ്പോയിക്കൊണ്ടുവരും. അത് നേരെ സൂക്ഷിക്കണം. ഇവനെ എന്തിനാ നീ പഠിപ്പിക്കുന്നേ? അച്ഛന് വേറെ ജോലിയില്ല. പഠിക്കാൻ കൊള്ളുമെങ്കിൽ വേണ്ടില്ല.
ആ ഇപ്പൊ എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അവനെ വിളിച്ചേ. ആ പിന്നെ ആ പ്ലാമൂട്ടിലെ കൊച്ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു. ആ. ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. തുക കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇല്ല, ഒരു വില പറഞ്ഞാൽ ആ സ്ഥലം അങ്ങ് എഴുതി തന്നേക്കാമെന്ന് പറയുന്നു. അയാൾ കടം വാങ്ങിയിട്ടുള്ളത് കഴിച്ച് ബാക്കി വല്ലതുണ്ടെങ്കിൽ കൊടുത്താൽ മതിയെന്ന്. അയാളാകെ പാപ്പരായ മട്ട വർത്താനം കയറിട്ട്. ആ എന്നാ നോക്കാം. ആധാരം നമ്മുടെ ഉണ്ടല്ലോ. താനാ കണക്കല്ല ഒന്ന് നോക്കിയേ. കുറെ കാലം ആയതല്ലേ. പലിശയ്ക്ക് പലിശയും കൂട്ടിക്കോ. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു. ആ നീ ഇവിടെ വന്നിരിക്കും. ബേബി നീ വിഷമിക്കണ്ടടാ. അച്ചായൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നീ ഇനി ആ കോളേജിലേക്ക് പോകണ്ട. പഠിത്തം മതിയാക്കിയത്. അതോ നിനക്ക് പഠിക്കണോ? എനിക്ക് പഠിക്കണ്ട. അവന് സന്തോഷമായി. ഞാൻ പറയുന്നത് അവന് ഏതെങ്കിലും ഒരു എസ്റ്റേറ്റിന്റെ ചുമതല ഏൽപ്പിക്കും. ഞങ്ങൾക്ക് അത്രയും ജോലി പറയുമല്ലോ. അവൻ അതിനുള്ള പ്രായമായോ? വയസ്സ് 22 ആകാൻ പോകുന്നു. നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കൂടെ കഴിപ്പിച്ച ചിലപ്പോ അവന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരും. അതൊന്നും ഇപ്പൊ വേണ്ട പോയിച്ചേ. ഹലോ, അതെ മാധക്കുട്ടിയാ. ആ കൊടുക്ക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇല്ല ഒന്നുമില്ല. പിള്ളേരുടെ കാര്യമല്ലേ, അതൊക്കെ വെറുതെയാ. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ആ വിടാം. അവനെ അച്ചാമ്മ കൂടെ വിടാം. എല്ലാരും ഉണ്ട്. അപ്പന് വിശേഷമൊന്നുമില്ല. ദൈവകാരുണ്യം കൊണ്ട് അങ്ങനെ പോകുന്നു.